ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടാവുന്ന സമയത്താണ് കേട്ടോ ഞാൻ കൂടുതലും ജോലിയിലങ്ങ് ഏർപ്പെട്ട് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ സാധാ രീതിയിൽ നമ്മളെ പാചകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം മനപ്രയാസം കൂടുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഒന്നീ അടിച്ച് വാരി വൃത്തിയാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മുറ്റം വൃത്തിയാക്കുക, അല്ലെങ്കിൽ പോച്ച പറിക്കുക, പുല്ല് പറിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ഞാനിത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവർ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇപ്പോഴും നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇത് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മടലെടുക്കും, ഓലയുടെ ഒരു മടലെടുത്തതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ നല്ല നീളമുള്ളൊരു കമ്പെടുത്തിട്ട് അതിൻ്റെ തുമ്പിലായിട്ട് നമ്മൾ ഓലയുടെ ചെറിയ തുമ്പ് ഭാഗം വരുമല്ലോ ചൂട്ട്, അതൊന്ന് കെട്ടി വെച്ചിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആക്കി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ടും പറ്റും. കട്ടിലിൻ്റെ മുകളിൽ കസേരയിട്ട് കയറി നിന്നാൽ മാത്രമേ നമുക്ക് ഷീറ്റിലുള്ള പൊടി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് നിൽക്കുന്ന. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി താഴെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ അലമാരയുടെ മുകളിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഞാനെടുത്ത് കട്ടിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴും നേരത്തെ പറഞ്ഞത് നമ്മളെ കട്ടിലിരിക്കുന്ന ഈ ഒരു കുറച്ച് പാവകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച്. നമ്മൾ എത്രയൊക്കെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കെട്ടി മാറിപ്പോയാലും ശരി തന്നെ ഈ ഒരു പാവകൾ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. ഇതിന് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഈ ഒരു ചുമന്ന പാവയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മോളെ 1.5 വയസ്സിലാണ് ആ ഒരു ചുമന്ന പാവ കിട്ടുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ പിന്നെ അതിൻ്റെ ആ ഒരു നെറ്റ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ അന്ന് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അതും കിട്ടിയിട്ട് വർഷങ്ങളായി കേട്ടോ. പിന്നെ ഈ കവറിലിട്ട് വെച്ചിരിക്കുന്നതിനെ കൊണ്ട് അതങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാവ തന്നിരിക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, വർഷങ്ങളായി മരിച്ചിട്ട്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ ആ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമോൾ താമസിക്കുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം മുതലേ എപ്പോഴും നമ്മളെ വീട്ടിലായിരുന്നു. മോളെ എടുക്കാനാണെങ്കിലും എൻ്റെ മോളെ നോക്കാനും നമുക്ക് കൂട്ടിരിക്കാനും എപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് മണ്ടയ്ക്കാട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ട് കൊടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴും നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നിട്ട് പോണ കുറേ നല്ല ഓർമ്മകളുണ്ടല്ലോ, അത് നമ്മളെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ നമ്മൾ വാരിക്കോരി പൈസ കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ, അതിലൊന്നും അല്ല കേട്ടോ സ്നേഹം എന്ന് പറയണത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി തരണം ചെയ്ത് എന്നിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എന്ന് പറയും. ഇപ്പം തന്നെ ആവശ്യത്തിലേറെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം വരുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈ ഒരു ജോലി മാത്രമേ എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവർ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇഷ്ടമല്ലാത്തവർ വീഡിയോ കാണേണ്ട, ഇഷ്ടമുള്ളവർ കൂടെ നിൽക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ എൻ്റെ ഫേസ് കാണിച്ചും കൊണ്ട് വീഡിയോയിൽ വന്നെന്നും പറഞ്ഞും കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നാൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മൗനം പാലിച്ചിട്ട് ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഞാൻ ഇങ്ങനെയുണ്ട്. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ക്ഷമ എപ്പോഴും നമുക്ക് കാണത്തില്ലല്ലോ, നമ്മൾ ചില മറുപടി കൊടുത്തു പോകും. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൊണ്ട് ഇതുപോലെയാണ് കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ മൗനം പാലിക്കും. പിന്നെ വീട്ടിനകത്തോ പുറത്തോ എന്തെങ്കിലും ജോലികൾ ചെയ്യും. തല പെരുക്കുന്ന രീതിയിലുള്ള നെഗറ്റീവും കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മളെക്കൊണ്ട് പറ്റാത്ത ജോലികളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അതിലൊക്കെ ചെന്ന് കയറിയിട്ട് അതൊക്കെ അങ്ങ് തീർക്കാനായിട്ട് നോക്കേ. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിച്ച് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റും എന്ന് സ്വയം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ വീട്ടിനകം കംപ്ലീറ്റ് വലയടിച്ച് വൃത്തിയാക്കി കട്ടിൽ മറിച്ച് വെച്ച് അലമാര പിടിച്ച് വയ്ക്കുന്നത്. ഇതൊക്കെ എൻ്റെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കിടന്നിട്ട് പിന്നെ തല പെരുക്കുന്ന രീതിയിലുള്ള പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും എനിക്ക് ചിന്തിച്ച് നിൽക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. പിന്നെ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കറിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ വീട്ടിനകം മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കറി വെക്കണം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ചെറിയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരു മാങ്ങ ഉടച്ചേറി വെക്കണം. അപ്പോൾ അതിന് മാങ്ങയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് നേരത്തെ വെച്ചതിനെ കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ജോലി ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ 2ാമത്തെ അടുക്കളയുണ്ട്. ആദ്യം കണ്ട അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരു ദിവസം തന്നെയാണ് കേട്ടോ വലയടിച്ചത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വലയടിക്കുക, വീട്ടിനകം വൃത്തിയാക്കുക, മുറ്റം വൃത്തിയാക്കുക, അങ്ങനെ പ്രാന്തെടുത്ത് ജോലിയിലങ്ങ് ഏർപ്പെട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് അവർക്കുള്ള മറുപടി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴി ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അതൊന്ന് നിർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് കഴിവതും പറ്റുന്നിടത്തോളം എന്നെ പിന്നെ പല തരത്തിലുള്ള രീതിയിൽ എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ നടത്തി ഒത്തിരി പേര് നേരിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കങ്ങ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ഇനിയെങ്കിലും പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇതെങ്കിലും കേട്ടിട്ടെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. അതിനുള്ള മറുപടിയായിട്ട് മാത്രമേ എനിക്കിങ്ങനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഹാളൊക്കെ ഫാനൊന്നും വൃത്തിയാക്കാനായിട്ട് എത്തത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഡെയിലി നമ്മൾ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്താലും നമ്മൾ വല അടിച്ചതിന് ശേഷം നല്ലതുപോലെ തുടച്ചെടുക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തറയെല്ലാം വൃത്തിയാക്കി നമ്മൾ കുപ്പിവളയാണ് ഈ ഒരു സൈഡിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് നമ്മളെ ഒരു മെഷീനിൽ നേരത്തെ തയ്ക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് തയ്ക്കുന്നില്ല. നെഞ്ച് വയ്യാതെയൊക്കെ ആയപ്പോഴത്തേക്ക് കയ്യിലോട്ടുള്ള വേദനയും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അത് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അലമാരയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാവയുണ്ടല്ലോ അതെല്ലാം എടുത്ത് വെച്ച്, പിന്നെ നമ്മൾ ആ ചെറിയൊരു പെട്ടിക്കകത്ത് മോൻ്റെ കുറച്ച് തുണി ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറുതിലേ ഇട്ടിരുന്നത് അതൊക്കെയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴിതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ ജോലി ചെയ്ത് നമ്മളെ മനസ്സിനകത്തിരിക്കുന്ന ആ ഒരു വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കണേ. പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ കാണുമല്ലോ, മനുഷ്യനാണല്ലോ, അതൊന്നും നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടപ്പിറപ്പാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ ചക്കക്കുരു മാങ്ങ ഉടച്ചേറിക്ക് വേണ്ടിയിട്ട് അത് കുക്കറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ചക്കക്കുരുവിലും മാങ്ങയിലും കൂടെ കുറച്ച് മഞ്ഞ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പുനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മാത്രമേ എനിക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉപ്പ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എനിക്ക് അറിയത്തില്ല. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് എളുപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അടപ്പിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്നൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കാണാത്തവർ ആ ഒരു വീഡിയോ കയറി കണ്ട് നോക്കണം. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മളതെല്ലാം അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഒന്ന് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചക്കക്കുരു മാങ്ങയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വിസിൽ വേണം കേൾക്കാനായിട്ടുള്ള. അതും കൂടെ വെച്ച് കൊടുത്ത് പിന്നെ ക്യാമറയിൽ ഞാൻ നോക്കാതെ നിൽക്കണേന്ന് വെച്ചാൽ വലത് കണ്ണിന് പ്രശ്നമില്ല, ഇടത് കണ്ണാണെങ്കിൽ നല്ല ചൊറിച്ചിലും ഉണ്ട്, നന്നായിട്ട് ചുമന്നിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കാതെയൊക്കെ അങ്ങനെ മാറിയൊക്കെ അങ്ങ് പോകുന്നതും. പിന്നെ ഈ ചെറിയൊരു ജാറിലിട്ടിട്ടാണ് ഇനിയിപ്പോൾ അരച്ചെടുക്കുന്നത് കേട്ടോ. രാവിലെ തൊട്ടേ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാനങ്ങ് ഒരു വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ അങ്ങ് അരച്ച് പേസ്റ്റ് മാതിരിയൊന്നും ആക്കി എടുക്കുന്നില്ല, എങ്കിലും പിന്നെ ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ചക്കക്കുരു മാങ്ങ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഈ ഒരു ചക്കക്കുരു മാങ്ങ എരിശോരി വെക്കുമ്പോഴത്തേക്ക് ഇത് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ടുള്ളത്. വെള്ളം മാതിരി ഇരിക്കുകയും ചെയ്യരുത്. അപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു. പിന്നെ ഈ ഒരു അടപ്പ് എന്തിനാണ് ഞാൻ ഇങ്ങനെ കാണിക്കണതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയിട്ടല്ലേ വെച്ചത്. അപ്പോഴങ്ങനെ വെച്ചതിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ അടപ്പ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ നല്ല സൂപ്പറായിട്ട് നല്ല പുട്ട് മാതിരി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് മാതിരി ഉടച്ച് കൊടുക്കാനായിട്ട് നോക്കരുത്. പിന്നെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് കടിക്കത്തക്ക രീതിയിൽ കിട്ടണം. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഉടച്ച് പേസ്റ്റ് ആക്കാനായിട്ട് നോക്കരുത്. നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ വെക്കുന്നത്. അപ്പോഴെന്തായാലും ചക്കക്കുരു മാങ്ങയും കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ കറി വയ്ക്കാൻ നോക്കുക. പിന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇവിടെ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. വലിയ കളർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ട്യൂബ് വെട്ടത്തിൻ്റെ ഇതിൽ നമുക്ക് അത്രയും കളർ കിട്ടുന്നില്ലായിരുന്നേ. പിന്നെ നമ്മൾ ചക്കക്കുരു മാങ്ങയും കൂടെ ഉടച്ചേറി വെച്ചിട്ടുണ്ടല്ലോ, വെറുതെ നമുക്ക് കോരി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നിന്ന് എടുക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. കഴിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് പറ്റും. അപ്പോഴും നമ്മൾ കടുകൊക്കെ വറുത്ത് പിന്നെ ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെയൊക്കെ ഇതിനകത്തോട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമ്മളെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചക്കയുടെ കുരു കിട്ടുവാണ്, മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. ഇപ്പോഴും മോന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ എരിശ്ശേരി വെക്കുമ്പോൾ ഈ ഒരു കട്ടി പരുവത്തിന് വേണം വെക്കാനായിട്ട്. ഒരുപാട് വെള്ളം കണക്കങ്ങ് ചേർത്ത് വെക്കാനായിട്ട് പാടില്ല.
അപ്പോൾ 2-3 മത്തി വറുത്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എരിശ്ശേരി ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ മുളകിട്ട് വെക്കണം. പിണമ്പുള്ളി ഇട്ട് നമ്മൾ കറി വെക്കുമല്ലോ തേങ്ങ അരയ്ക്കാതെ. അപ്പോൾ ആ ഒരു കറിയാണ് നമ്മൾ ഈ ഒരു ചോറിന് വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. അപ്പോഴിതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണക്കാരാണ്. സാധാരണ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ജോലികളൊക്കെ ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.